ഗുരുവായൂരമ്പലമാണ്. കിഴക്കേ നട ഗുരുവായൂരമ്പലത്തിൻ്റെ നേരെ മുമ്പ് കാണുന്ന. സമയം വൈകുന്നേരം 7 മണിയായി. അങ്ങനെ വലിയ തിരക്കെന്നൊന്നും പറയാനില്ല, ഒരു മീഡിയം ചെറിയൊരു തിരക്ക്. കടകളിലെല്ലാം ആള് സാധനം മേടിക്കാൻ ഇങ്ങനെ നിൽക്കുക. മാല, കമ്മല്, ബ്രേസ്ലെറ്റ്സ്, കീ ചെയിൻ, അങ്ങനെ ഫാൻസി ഐറ്റംസ്, പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോകൾ. സൈഡിലെല്ലാം കടകളാണ്. റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ വേണ്ടി ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡിൽ കൂടെ അധികം നടന്ന് തിരക്കാക്കണ്ട. ഷാജി ടീ സ്റ്റാൾ. അത് നമ്മൾ നടേൻ്റെ ഉള്ളിലേക്ക് കയറി. വലിയ നടയാണ്. നടക്കുന്ന നട, അമ്പലനട ഏകദേശം ഒരു 100 മീറ്റർ ഉണ്ട് മുമ്പോട്ട് അമ്പലത്തിലേക്ക്. ഇവിടുന്ന് നേരെ കാണാം. വിളക്ക് കത്തിച്ച അവിടത്തേക്ക് ഏകദേശം ഒരു 100 മീറ്റർ തന്നെയുണ്ട് ഈ നടയിൽ നിന്ന്. അങ്ങോട്ടേക്ക് നടന്നു പോകണം കേട്ടോ. 2 സൈഡിലും കടകളാണ്. പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതാണ് ഗുരുവായൂർ അമ്പലനട, കിഴക്കേ നട. ഗുരുവായൂര് കിഴക്കേ അമ്പലനട. ഇവിടെ വീഡിയോ ഇവിടുന്ന് എടുക്കാം. ഇവിടെ വേറെ ബോർഡൊന്നും വെച്ച് കാണുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലെ വാർത്തയൊക്കെ കേട്ടു. ഹൈക്കോടതി എന്തോ ഒരു ഉത്തരവ് ഇടുകയും ചെയ്തു. വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നെല്ലാം. അത് ഏത് സ്ഥലത്താന്ന് വെച്ചിട്ട് അറിയില്ല. അതേതായാലും കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം ഇനി വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ കേസെടുക്കുന്ന പറയുന്നുണ്ട്. അപ്പോൾ അത് നിയമങ്ങളനുസരിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എവിടെയെന്തും ചെന്ന് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പം നമ്മളേതായാലും അത് ചോദിച്ചിട്ട് വേണം ഇനി വീഡിയോ എടുക്കാൻ. ഏതായാലും ഇതെല്ലാം കോമൺ ഏരിയയാണ്. ബോർഡൊന്നും കാണുന്നില്ല. ചായ കുടിക്കട്ടെ. ഏതായാലും ഒരു കയറുന്ന എൻട്രൻസിൽ തന്നെ ഷാജി ടീ സ്റ്റാൾ ഉണ്ട്. ചായ ആവാം. ചായ കടിയൊന്നുമില്ല. അതാണ് ഷാജി ടീ സ്റ്റാൾ. ഒരു ചായ ആവാം. അപ്പം കഴിക്കാൻ ചൂട് പഴംപൊരിയാണ് മേടിച്ചത്. പഴംപൊരി ചൂട്. ഇതിവിടെ തൊട്ടടുത്തൊരു സ്റ്റാളിനാണ്. അവിടെ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട് ഈ സ്റ്റാളിൽ. സബിൻ സ്റ്റോർസ്. സ്റ്റാളിൻ്റെ പേര് സബിൻ സ്റ്റോർസ്. ചൂട് പഴംപൊരിയാണ് മേടിച്ചത്. പഴംപൊരി ഇളം ചൂടുണ്ട്. നല്ല ചൂടാകുമ്പം പിന്നെ തിന്നാൻ പറ്റില്ല. കഴിക്കേണ്ട ചൂടുണ്ട്, നല്ലതുണ്ട്. കിഴക്കേ അമ്പലനടയിലേക്ക് കയറുന്ന വഴിക്ക് ജസ്റ്റ് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ചായപ്പീടിയാണ്. ബാക്കിൽ കാണുന്നതാണ് കട.
ചേച്ചി ഉണ്ടാക്കുന്നു. മുരുമലാന്നിരിക്കുന്നു പഴംപൊരി അതിന്റെ പുറമെ. കട ആരും പറഞ്ഞല്ല, വഴിക്ക് കണ്ടയാ. ചായ കുടിക്കാൻ വിശക്കുന്നു, വൈകുന്നേരം ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് വന്ന് നോക്കി സ്വന്തം ചോദിച്ചു വന്നേ. ഉണ്ണിയപ്പാണ്, ഉണ്ണിയപ്പം, ചെറിയ ഉണ്ണിയപ്പം. ചെറിയ ഉണ്ണിയപ്പം. ഇതും കൊള്ളാലോ, ഉണ്ണിയപ്പം കൊള്ളാം. തേങ്ങാക്കൊത്തുണ്ട്, കടിക്കാനുണ്ട്, തേങ്ങാക്കൊത്ത് കടിക്കാനുണ്ട്. ഏലക്കായന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, നല്ലുണ്ട്. സബിൻ സ്റ്റോർസ് കേട്ടോ, കിഴക്കേ നടേന്റെ തൊട്ട സൈഡിൽ ചായപ്പീടിയ സബിൻ സ്റ്റോർസ്. വീണ്ടും ഒരു പഴംപൊരി മേടിച്ചു, വീണ്ടും ഒരു പഴംപൊരി. പഴംപൊരിയും ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് വീണ്ടും ഒരു പഴംപൊരി മേടിച്ചു. ചൂടുമുണ്ട്. സമയം 7:30 ആവുന്ന, കഴിഞ്ഞു ചായപരിപാടി, നിർത്തുന്ന ഇവിടെ. അപ്പൊ ഒരു ചായയും കുടിക്കാം. മധുരം കുറച്ചൊരു ചായ. ബാക്ക് കാണുന്നതാണ് ചായപ്പീടിയും ചായന്റെ കടിപ്പീടി. ഇവിടെ വേറെയുണ്ട്, കോണറിൽ കാണുന്ന കട, അവിടെയും ചായയും കടിയുണ്ട്. ചായയും കടി എന്ന് പറയുമ്പോൾ വടയുണ്ട്, ബജ്ജിയുണ്ട്, പഴത്തിന്റെ ബജ്ജിയുണ്ട്, പഴംപൊരിയുണ്ട്. പിന്നെ ഉണ്ണിയപ്പമുണ്ട്, ബോണ്ടയുണ്ട്, കായുണ്ടയുണ്ട്, ഇങ്ങനെ എല്ലാത്തരം കടിയുണ്ട്. സമയം 7:30 മണി. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് കണ്ടമാനമുണ്ട്. അപ്പം താമസത്തിന്റെ പ്രശ്നമേ ഇല്ല ഇവിടെ. ഇഷ്ടംപോലെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ഗസ്റ്റ് ഹൗസ്, ഇഷ്ടം പോലെ. ചായപ്പരിപാടി കഴിഞ്ഞു.
സരസ്വതി ഫ്ലവേഴ്സ് പൂക്കട. സരസ്വതി ഫ്ലവേഴ്സ്. ഇതും കിഴക്കേ നടേന്റെ നേരെ സൈഡിൽ തന്നെയുള്ള കടയാണ്. കിഴക്കേ നടേന്റെ നേരെ സൈഡിൽ തന്നെയുള്ള കടയാണ്. ഇവിടെ പുതിയ ആരെങ്കിലും കാണാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടോ, ഇത് അർപ്പിക്കാൻ വേണ്ടി 2 പഴം, കദളിപ്പഴവും താമരേന്റെ മൊട്ടും. ഇതിനെങ്ങനെ വില എങ്ങനെയാ ഒന്നിന്? 50 രൂപ. ഇതവിടെ ഉള്ളിൽ കൊടുക്കുക വേണ്ട? ഏതാ? ആ, അപ്പൊ നമുക്ക് നടന്റെ ഉള്ളിലേക്ക് കേറാം. ഇനി അമ്പലത്തിലേക്ക് നടക്കാം. സൈഡിലായിട്ട് ചെരുപ്പ് ഊരി വെച്ച കാണുന്നുണ്ട്. ചോദിക്കട്ടെ, ഇനി സെക്യൂരിറ്റീനോട് ചോദിച്ചിട്ട് വേണം വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം നോക്കാൻ. ഇവിടെ നേരത്തെ സെക്യൂരിറ്റി കണ്ടിരുന്നു. സെക്യൂരിറ്റീനോടൊന്ന് ചോദിക്കട്ടെ ഉള്ളിൽ വീഡിയോ അലൗഡ് ആണോന്ന്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്.